ഹായ് ഫ്രണ്ട്സ്, വീണ്ടും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഹാർബറിൽ രാവിലെ പോയെന്ന് പറഞ്ഞാൽ മത്തി അച്ചാറിന് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് മത്തി വാങ്ങിക്കാൻ പോയതാണ്. ആ കൂട്ടത്തിൽ ഞങ്ങൾ കുറച്ച് ഞണ്ടൂടെ വാങ്ങിച്ചു. ഞണ്ട് കണ്ട നല്ല ലാഭത്തിൽ കിട്ടിയതാണ് ഞണ്ട്. ഇപ്പം ഞണ്ടിൻ്റെ സമയമല്ല, എന്നാലും കുഴപ്പമില്ല. ഞണ്ട് വാങ്ങിച്ച് അത് ക്ലീൻ ചെയ്തെല്ലാം എടുക്കുമായിരുന്നേ. ഇച്ചിരി പാടാണ് ഞണ്ടെന്ന് പറയുന്ന സംഭവം ക്ലീൻ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇനി ഇത് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കിയിട്ട് റോസ്റ്റ് ചെയ്യാം നമുക്ക്. അപ്പം ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് നമുക്ക് ഇതിന് ചേരേണ്ട സാധനങ്ങളൊക്കെ എടുക്കണ്ടേ. അപ്പോൾ 2-3 കഴുകണം കേട്ടോ. കഴുകിയിട്ട് വേണം ഇത് വൃത്തിയാക്കി എടുക്കാനായിട്ട്. അപ്പം ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാം. നമ്മൾ പച്ചത്തേങ്ങ അരച്ച് കറി വയ്ക്കുന്ന പറഞ്ഞാൽ എല്ലായിടവും പച്ചത്തേങ്ങ അരച്ചാണോ കറി വയ്ക്കുന്നതെന്ന് അറിയില്ല. കാരണം നമ്മൾ അയിലയൊക്കെ പച്ചക്കറി വയ്ക്കത്തില്ല എന്ന് പറയുന്നത് ഞണ്ട് പെരിഞ്ചീരവും പച്ചത്തേങ്ങയും കൂടെ അരച്ച് കറി വയ്ക്കും. അല്ലാത്തൊരു റോസ്റ്റ് ചെയ്യും. ഓരോരുത്തർക്ക് ഓരോ രീതി, ഓരോ നാട്ടിലും ഓരോ രീതിയാണ്. ഞാൻ എന്തായാലും ഇന്ന് റോസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നല്ലോണം കഴുകിയെടുക്കണം. കഴുകിയെടുത്തിട്ട് ഞണ്ട് എത്ര കഴിയാലും അതിനകത്തൊരു സംഭവമുണ്ട്, ഒരു പാട പോലെ. അത് നല്ലോണം വൃത്തിയാക്കി കഴുകിയെടുക്കണം. കഴുകിയെടുത്തെങ്കിൽ മാത്രമേ. ഇതിൻ്റെ കാല് കണ്ടോ, തീരെ കുഞ്ഞു കാല്. കാരണം ഇപ്പം ഞണ്ടിൻ്റെ സമയമല്ല, അതുകൊണ്ടാണ്. ഞണ്ടിന് ബലമില്ലിന്. തീരെ വിലക്കുറവായത് കാരണം ഞണ്ടങ്ങ് വാങ്ങിച്ചതാണ്. ഒത്തിരി ടേസ്റ്റ് കാണുമോ എന്നറിയത്തില്ല. കാരണം ഇപ്പം കർക്കിടക മാസത്തിലാണ് സാധാരണ ഞണ്ട് കഴിക്കുന്നതെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പം കണ്ട ഒരു കൊതി കൊണ്ട് വാങ്ങിച്ചതാണ്. ഇനി ഇത് കഴുകിയെടുക്കണം. 2-3-4 പ്രാവശ്യം കഴുകിയെടുത്തെങ്കിൽ മാത്രമേ ഇത് വൃത്തിയാകത്തുള്ളൂ. എന്നിട്ട് റോസ്റ്റ് ചെയ്യും. ഞങ്ങളിവിടെ പച്ചത്തേങ്ങയും പെരിഞ്ചീരകവും കൂടെ അരച്ച് നമ്മൾ ഞണ്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന് നമ്മളിനി അത് റോസ്റ്റ് ചെയ്യാൻ പോവാണ്. റോസ്റ്റ് ചെയ്യുമ്പം പിന്നെ ഇനി നമ്മൾ വൃത്തിയാക്കിയ ഞണ്ട് ഇങ്ങനെ 2ആയിട്ട് മുറിച്ചിടും. അപ്പോൾ ആകുമ്പോൾ പെട്ടെന്ന് എരിവും ഇതൊക്കെ പിടിക്കും, മസാലയൊക്കെ പിടിക്കും. അപ്പോൾ ഈ നമ്മൾ ഉപ്പും ശകല മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇതെല്ലാം ഇട്ട് പുരട്ടിയതാണ്. ഇത് നമ്മളിനി ഇതിനകത്ത് ഈ ഞണ്ടിന് നല്ല വെള്ളമുണ്ട്, എന്നാലും ഒരു തുള്ളി അടുക്കി വയ്ക്കുമ്പം ഒന്ന് കരിഞ്ഞ് പിടിക്കാതിരിക്കാനായിട്ട് ഒരു ശകലം വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിത് വെച്ച് കഴിയുമ്പോൾ റോസ്റ്റ് ചെയ്യാനാണ്. അപ്പോൾ അതൊന്ന് വെന്ത് വരട്ടെ. അന്നേരത്തേക്ക് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇട്ട് വരാം. നമ്മൾ ഞണ്ട് റോസ്റ്റ് ചെയ്യാനുള്ളത് എല്ലാം എടുക്കുവാണ്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സവാള ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് പെറുക്കി വരാം. ഇതേ കണ്ടോ, ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും എല്ലാം ഉണ്ട്. ഞാൻ ചുമന്നുള്ളി ചേർക്കുവേ, കാരണം സവാള അധികം ചേർക്കത്തില്ല. എന്നാലും ചേർക്കും, മധുരം കൂടുതലായതാണ്. ഞണ്ടൂടെ ആകുമ്പോൾ സവാള കുറച്ചേ ചേർക്കത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ സൈഡിൽ ഇച്ചിരി തക്കാളിക്ക, ഞാൻ മുമ്പേ തക്കാളിക്ക എടുത്തില്ലായിരുന്നു അരിയാനായിട്ട്. ഒരു ചെറിയ പുളിക്ക് വേണ്ടിയിട്ട് ഇച്ചിരി തക്കാളിക്ക ചേർക്കും. അപ്പോൾ ഇതെല്ലാം ഒന്ന് വഴറ്റി വൃത്തിയാക്കിയിട്ട് വരാം. ഓക്കെ, ചട്ടി വെച്ച് ചൂടായിരുന്നു. ഇതേണ്ടേ അതിനകത്തോട്ട് വെളിച്ചെണ്ണ, ഞാൻ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. എന്തിനായാലും വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടാകണമെന്ന് പറഞ്ഞാൽ ചട്ടി വെച്ചിട്ട് കുറേ നേരമായി, എന്നാലും വെളിച്ചെണ്ണ ഒന്ന് ചൂടാവണം. ഇതുണ്ടോ, വെളിച്ചെണ്ണ ഒന്നും ആയില്ല. അപ്പം വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. അങ്ങനെ കടുകെല്ലാം പൊട്ടിയേ നമ്മളതിനകത്തോട്ട് ഉള്ളി വഴറ്റാനായിട്ട് ഇടുക. ഉള്ളി ഇനി വഴന്ന് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർക്കാനുള്ളൂ. അപ്പോൾ ഉള്ളി ഒന്ന് മൂത്ത് വരട്ടെ. ഉള്ളി വഴന്ന് വരണം, ഒത്തിരി മൂക്കണ്ട. റോസ്റ്റിനാവുമ്പോൾ അതിൻ്റേതായ രീതിക്കൊന്ന് വഴന്ന് വരണം. ആ സൗണ്ട് കേട്ടത് കുക്കർ അടിച്ചതാണ്. കുക്കർ ഞാൻ കപ്പ വേവിക്കാനായിട്ട് അടുപ്പ വെച്ചായിരുന്നു. കുക്കർ അടിച്ച സൗണ്ടാണ്. എല്ലാവരും പേടിച്ചു പോയി, നല്ല രീതിയിൽ പേടിച്ച്. അങ്ങനെ കടുകെല്ലാം പൊട്ടിയേ നമ്മളതിനകത്തോട്ട് ഉള്ളി വഴറ്റാനായിട്ട് ഇടുക. ഉള്ളി ഇനി വഴന്ന് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർക്കാനുള്ളൂ. അപ്പോൾ ഉള്ളി ഒന്ന്
മൂപ്പ് വരട്ടെ. ഉള്ളി മൂത്ത് വരുന്നത് വരണം, ഒത്തിരി മൂക്കണ്ട. റോസ്റ്റിനല്ലേ, റോസ്റ്റിനാവുമ്പോൾ അതിൻ്റേതായ രീതിക്കൊന്ന് വഴന്ന് വരണം. ആ സൗണ്ട് കേട്ടത് കുക്കർ അടിച്ചതാണ്. കുക്കർ ഞാൻ കപ്പ വേവിക്കാനായിട്ട് അടുപ്പ വെച്ചായിരുന്നു. കുക്കർ അടിച്ച സൗണ്ടാണ്. എല്ലാവരും പേടിച്ചു പോയി, നല്ല രീതിയിൽ പേടിച്ച്. അതിനകത്തേ നമ്മൾ ഇച്ചിരി ഉപ്പ് ഇടുന്നുണ്ട്. എന്താണെന്ന് പറയുക, ഇത് ഉപ്പ് ഇടുമ്പോഴത്തേന് പെട്ടെന്നങ്ങ് വഴന്ന് കിട്ടും. ഇത് വഴന്ന് കിട്ടുക കേട്ടോ. ഈ അടുപ്പയിൽ നമ്മൾ സവാള ഉള്ളിയൊക്കെ വഴറ്റിയില്ലായിരുന്നു, അത് നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തോട് വേണ്ട മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ഇത്രയും കൂടെ ചേർക്കാം കേട്ടോ. ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. എണ്ണയ്ക്കകത്താണ്, ഒരു ശകലം വെള്ളം പോലും ഒഴിച്ചിട്ടില്ല. എണ്ണയാണ് കണ്ടോ, നല്ലോണം ഇതായി വരണം. അതിനകത്തോട്ട് ഇച്ചിരി ഗരം മസാലയും കൂടെ. ഗരം മസാലപ്പൊടിയാണ്, ഗരം മസാല. ഒരു സ്പൂണുണ്ട്, ഇതാണ്ട ഒരു സ്പൂൺ ഇടുവാണ്. കാരണം ഞാൻ ഇച്ചിരി കൂടി ഇടുവാണ് ഞാൻ. എന്നറിയാം, അതിനകത്ത് ഞാൻ പിന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഗരം മസാല എന്ന് പറഞ്ഞാൽ പെരിഞ്ജീരകം, കറുവ, ഗ്രാമ്പു എല്ലാം കൂടെ വറുത്ത് പൊടിച്ചതാണ്. കണ്ടോ, ഇത് ഞണ്ട് നമ്മൾ മുമ്പേ പറ്റിക്കാൻ വെച്ചില്ലേ, ഇതിൻ്റെ അടിയിലെങ്ങും ഒരു ശകലം വെള്ളം പോലും ഇല്ല കണ്ടോ. അതെല്ലാം ആ ചാറെല്ലാം പറ്റി ഇതേ പിടിച്ച് ഞണ്ട് നല്ലോണം വെന്തിരിപ്പുണ്ട് കണ്ടോ. എന്നോട് അപ്പോൾ ഈ ഞണ്ട് നമുക്ക് ആ ചട്ടിയിലോട്ട് ഇടാം. ചട്ടിയിലോട്ട് ഞാൻ കുടഞ്ഞിടുവാണ്. ഇതിനകത്ത് ഇച്ചിരിയൊക്കെ ഇരിപ്പുണ്ട്, അത് നമുക്ക് ചിരണ്ടി ഇടാം. മസാലയുടെ അപ്പം അത് ഇട്ടിട്ട് വേണ്ടേ നല്ല വൃത്തിയായിട്ട് നമ്മളിത് ഇളക്കി കൊടുക്കണം. ഈ വേവിച്ച് പറ്റിച്ച് അത് നല്ലൊരു വേവിലായി വെച്ചേക്കുന്നത് കൊണ്ട് നമ്മൾ അധികം ഇതാക്കണ്ട. എന്നാലും ഒന്ന് മസാല എല്ലാം പിടിക്കണ്ടേ. നമ്മൾ മസാല ഇട്ട് ഉള്ളി ഒന്നും വഴറ്റി ചേർത്തില്ലെന്നേ ഉള്ളൂ, പക്ഷെ മസാല ഇട്ട് തന്നെയല്ലേ നമ്മളത് പറ്റിച്ച് വെച്ചത്. അപ്പോൾ വേണ്ടോ, നല്ല വൃത്തിയായിട്ട് റോസ്റ്റ് നല്ല ഇച്ചിരി കൂടെ ഒന്ന് അടച്ച് വെച്ച് നമ്മൾ ആവി കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഇതിന് ഉപ്പ് ഒക്കെ പിടിച്ചു. നമ്മൾ എല്ലാം പിടിച്ചിട്ടുണ്ട്, ഉപ്പും എല്ലാം ഉണ്ട്. എന്നാലും നമുക്കൊന്നുകൂടെ ഒന്ന് പിന്നെ ഇതിനകത്തൊരു സംഭവം ചേർക്കാനുണ്ട്. കറിവേപ്പില ചേർത്തിട്ടില്ല, അത് ഒന്ന് ചേർത്ത് ഇളക്കിയെടുക്കണം. അപ്പോൾ കറിവേപ്പില എടുത്തിട്ടിട്ട് നമുക്കിതൊന്നുകൂടെ ഒന്ന് ഇതാക്കി ആവി കയറ്റാൻ കേട്ടോ. ഉപ്പൊന്ന് നോക്കണേമേ, ഞാൻ ഉപ്പ് നോക്കാനായിട്ട് അമ്മയുടെ കൊടുത്തു. ഉപ്പുണ്ടല്ലോ. അപ്പോൾ ഉപ്പൊക്കെ ആയി. അങ്ങനെ കറിവേപ്പില നമ്മൾ ഇടുവാണ്. അത് അതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി ഉപ്പ് കൂടി ഇടുന്നുണ്ട്. ഇച്ചിരി ഉപ്പ് കുറവുണ്ട്. കരിവേപ്പില ഇട്ട് നമുക്ക് ഇളക്കി. അതിൽ റോസ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. കരിവേപ്പില ഇട്ട് പച്ചക്കരിവേപ്പില ഇടുന്നതും കറുത്തിടുന്നതും ഒക്കെ വ്യത്യാസമുണ്ട്. പച്ച ഇട്ടിട്ട് നമ്മളിങ്ങനെ തല്ലിപ്പൊത്തിച്ച് വെച്ചാൽ കരിവേപ്പിലയുടെ സാധാ അതിനകത്ത് ഇറങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കപ്പയാണ്. കപ്പ എല്ലാം റെഡിയായി. ഞാൻ കപ്പയുടെ വീഡിയോ കാണിക്കാനാണ്. കപ്പ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപ്പ് നോക്കാനായിട്ട് ഉപ്പൊന്ന് നോക്കണേമേ, ഞാൻ ഉപ്പ് നോക്കാനായിട്ട് അമ്മയുടെ കൊടുത്തു. ഉപ്പുണ്ടല്ലോ. അപ്പോൾ ഉപ്പൊക്കെ ആയി. അങ്ങനെ ഉപ്പൊക്കെ നോക്കിയപ്പോൾ ഉപ്പുണ്ട്, നല്ല ഉപ്പുണ്ടെന്ന് അമ്മ പറഞ്ഞു. കറിക്ക് ടേസ്റ്റും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കണ്ടോ, നമ്മുടെ ഞണ്ട് റോസ്റ്റ് നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു കണ്ടല്ലോ. അപ്പോൾ ഇനി കപ്പയായിട്ട് കഴിക്കാം.
എൻ്റെ കപ്പയെ വേവിച്ച് നല്ലോണം വെന്ത കപ്പയും അതിൻ്റെ സൈഡിൽ ഞണ്ട് കറി. കപ്പയും ഞണ്ടും കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ പെട്ടെന്ന് വരുന്നതായിരിക്കും. ഓക്കെ.